നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിളും ഹയസ്റ്റ് കോമൺ ഫാക്ടറും. അതില് ഒരു എക്സാമ്പിൾ പറയാൻ ബാക്കിയുണ്ട്. ആ 4.5 ബി ചെയ്തില്ലായിരുന്നു. 4.5 ബിയോ? അത് HCF കണ്ടുപിടിച്ചില്ലേ? ഇല്ല. 7ന്റെയും 21ന്റെയും HCF ഒക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞില്ലേ? പറഞ്ഞായിരുന്നോ? ഇല്ല. എന്നാ സാറല്ലേ, അത് ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി, കുഴപ്പമില്ല. ഇന്നത്തെ ഹോംവർക്ക് ആയിട്ട് അത് ചെയ്യാം. ഓക്കെ. അപ്പൊ അതിൽ ആ എക്സാമ്പിൾ ഒന്ന് നോക്കിയേ. ഫൈൻഡ് ദ LCM ഓഫ് 4, 6 and 8. പേജ് നമ്പർ 115. ഫോറിന്റെയും 6ന്റെയും 8ന്റെയും LCM കണ്ടുപിടിക്കണം. LCM കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ അതിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ അറിയല്ലോ? പഠിച്ചല്ലേ പ്രൈം ഫാക്ടറൈസേഷൻ? ഓക്കെ, ആദ്യം ചെയ്തു നോക്കാം. ഓക്കെ, ആദ്യം ഇതിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണ്ടേ? 4ന്റെ പേജ് നമ്പർ 115. 4ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 2 കിട്ടുന്നു അല്ലേ? അപ്പൊ 4 നമുക്ക് എങ്ങനെ എഴുതാം? 4 is equal to 2 into 2 എന്ന് എഴുതാം. ഇനി 6ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ. 6നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 3 എന്ന് കിട്ടുന്നു. ഇനി വേറെ ഫാക്ടർ കൊണ്ടൊന്നും ഡിവൈഡ് ചെയ്യാനില്ല. അപ്പൊ 6നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 into 3 എന്ന് എഴുതാം അല്ലേ? 2 into 3 എന്ന് എഴുതാം. ഇനി 8നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നു. 8നെ ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 4 എന്ന് കിട്ടി. 4നെ അഗെയിൻ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അഗെയിൻ 2 എന്ന് കിട്ടും. പിന്നെ ഇനി നമുക്ക് ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ എങ്ങനെ എഴുതാം? 8നെ 2 into 2 into 2 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്തു? പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചു. ഓക്കെ. അയ്യോ, അത് പോയോ? 2 into 2. ഓക്കെ. ഇനി എന്താ നോക്കണ്ടേന്ന് വെച്ചാല് 4ല് 2 എത്ര ടൈംസ് ഉണ്ട്? 2 ടൈംസ് ഉണ്ട്. 4ല് 2 2 ടൈംസ്. 2 into 2 അല്ലേ 4. 6ല് 2 1 ടൈംസ്. 8ല് 2 എത്ര ടൈംസ് ഉണ്ട്? 3 ടൈംസ് ഉണ്ട്. ടോട്ടൽ എത്ര 2s ഉണ്ട് ഇവിടെ? 1 2 3 4 5 6. 6 2s ഉണ്ട്. 6 2s തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ LCM കണ്ടുപിടിക്കാൻ വേണ്ടി 6 2sന് പകരം നമ്മൾ 6ന്റെ നേരെ ഹാഫ് എത്ര 2s എടുക്കും? എത്ര 2s എടുക്കും? 6ന്റെ ഹാഫ് എത്രയാ? 3 അല്ലേ? അപ്പൊ 3 2s നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. 2 into 2 into 2. 6 2sന് പകരം അതിന്റെ 6ന്റെ ഹാഫ് 3 2s നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ ബാക്കി ഇവിടെ ഒരു 3യും കൂടി ഉണ്ട് അല്ലേ? ഒരു 3 ബാക്കിയുണ്ട്. ആ 3 അതേപോലെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇൻറ്റു 3 ഈക്വൽ ടു
2 into 2 into 2 into 3. 2 into 2, 4. 4 into 2, 8. 8 into 3, 24. ഇതാണ് 6-ന്റെയും അല്ല 4-ന്റെയും 6-ന്റെയും 8-ന്റെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അതായത് നമ്മൾ തന്നിരിക്കുന്ന നമ്പേഴ്സിനൊക്കെ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ ഫാക്ടറൈസ് ചെയ്യാം. ചെയ്തതിന് ശേഷം അതിൽ 2ഉം 3ഉം എത്ര തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് നോക്കാം. എന്നിട്ട് അതിന്റെ നേരെ ഹാഫ് ടൈംസ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഒരു എക്സാമ്പിളും കൂടി നോക്കാം. ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ തന്നെ ചെയ്ത് നോക്കാം. 16ഉം 24ഉം പേജ് നമ്പർ 116-ലെ 6th ക്വസ്റ്റ്യൻ. 16ഉം 24. ആദ്യം നമ്മൾ 16നെ ഫാക്ടറൈസ് ചെയ്യുന്നു. 16നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 2, 8 വരും. അഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 4 വരും. അഗെയിൻ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 2 എന്ന് വരും. അപ്പൊ 16നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 into 4 times 2 അല്ലേ? 2 into 2 into 2 into 2. ഇനി 24നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 24നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 12 എന്ന് കിട്ടും. 12നെ അഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 എന്ന് കിട്ടും. 6നെ അഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടും. 3നെ പിന്നെ നമ്മൾ ആദ്യം മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ 24നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 into 2 into 2 into 3 എന്ന് എഴുതാം. ടോട്ടൽ ഇവിടെ എത്ര തവണ 2 വരുന്നുണ്ട്? 1, 2, 3, 4, 5, 6, 7. 7 times 2 വരുന്നുണ്ട് അല്ലേ? അപ്പൊ ആ ഒരു 2 അങ്ങ് മാറ്റി വെക്കുക. 7 ടൈംസിലെ ഒരു 2 മാറ്റി വെച്ചിട്ട് ബാക്കി 6 times 2 വരുന്നുണ്ടല്ലോ. 6ന്റെ നേരെ ഹാഫ് എടുക്കുക. ഈ 6 2 കൺസിഡർ ചെയ്യുക. എന്നിട്ട് അതിന്റെ നേരെ ഹാഫ് 3 2s മൾട്ടിപ്ലൈ ചെയ്യുക. 2 into 2 into 2. പിന്നെ ബാക്കി വരുന്ന 2ഉം 3ഉം അതും കൂടി നേരെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 into 3. അതായത് നമുക്ക് ഈവൻ നമ്പേഴ്സ് എത്ര തവണ 2 റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് നോക്കാം. ഈവൻ നമ്പേഴ്സ് എടുത്തിട്ട് അതിന്റെ നേരെ ഹാഫ് എടുക്കാം. ഹാഫ് എടുത്തതിന് ശേഷം അത്രയും 2s മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ളത് അതുപോലെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പൊ ഇതുപോലെ 3 ആണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതെങ്കിൽ 6 times 3 ആണ് വരുന്നതെങ്കിൽ 3 times 3 മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 6 times 2 വരുന്നത് കൊണ്ട് 3 times 2 മൾട്ടിപ്ലൈ ചെയ്തു. ഇത് ടോട്ടൽ മൾട്ടിപ്ലൈ ചെയ്തത് എത്ര കിട്ടും? 2 into 2 4, 4 into 2 8, 8 into 2 16, 16 into 3, 16 into 3 എത്രയാ? 8, 4, 48. ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 48 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 16ന്റെയും 24ന്റെയും LCM 48 ആണ്. മനസ്സിലാവുന്നുണ്ടോ വല്ലതും? ഇപ്പൊ പറഞ്ഞത് മനസ്സിലായോ? ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്തു നോക്കാം. മിസ് ഒന്നും കൂടെ പറഞ്ഞു തരുമോ? ഒന്നും കൂടി പറഞ്ഞുതരാം. ഏതാ ക്വസ്റ്റ്യൻ ചെയ്തു നോക്കണ്ടേ? പേജ് നമ്പർ 116-ലെ 7th ക്വസ്റ്റ്യൻ. ഫൈൻഡ് LCM by prime factorization മെത്തേഡിൽ 7ാമത്തെ കണ്ടോ? 18ഉം 30ഉം. എല്ലാവരും നോട്ട് എഴുതോ? മിസ്സിന്റെ കൂടെ നിങ്ങളും ചെയ്തോ? ഏതൊക്കെ നമ്പേഴ്സ് നമുക്ക്
LCM കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളത്? 18-ഉം 13-ഉം. 18-ഉം 30-ഉം. 18ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ നമുക്ക് എങ്ങനെ എഴുതാം? 18നെ നമ്മൾ ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 9 കിട്ടുന്നു അല്ലേ? 18നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9 കിട്ടുന്നു. 9നെ നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്നു? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല 9നെ. പിന്നെ ഡിവൈഡ് ചെയ്യേണ്ടത് 3 കൊണ്ട്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടി. അപ്പൊ 18നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 into 3 into 3 എന്ന് എഴുതാൻ പറ്റും അല്ലേ? 18നെ 2 into 3 into 3 എന്ന് എഴുതാം. ഇനി എത്രയാ വരുന്നത്? 30. 30യെ ആദ്യം നമുക്ക് ഇത് റിവൺ നമ്പർ ആയതുകൊണ്ട് ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 15 കിട്ടും. 15 കിട്ടുമല്ലോ. 15നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 കിട്ടും. 5നെ നമുക്ക് വേറെ ഒന്നിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് 5 ഈസ് എ പ്രൈം നമ്പർ. അപ്പൊ നമ്മൾ പ്രൈം നമ്പേഴ്സിലേക്ക് മാറ്റി എഴുതാൻ വേണ്ടിയിട്ടല്ലേ ഫാക്ടറൈസേഷൻ ചെയ്യുന്നത്. അപ്പോൾ 5നെ മാറ്റേണ്ട ആവശ്യമില്ല, പ്രൈം നമ്പർ ആയതുകൊണ്ട്. അപ്പൊ 30യെ നമുക്ക് എങ്ങനെ എഴുതാം? 2 into 3 into 5. 2 into 3 into 5 എന്ന് എഴുതാം അല്ലേ? ഈ രണ്ടെണ്ണത്തിലും കൂടി നോക്കിയാൽ എത്ര 2s ഉണ്ട്? എത്ര 2s ഉണ്ട്? 2 2 ഉണ്ട്. 2 into 2. എത്ര 3s ഉണ്ട്? 3 into 3 into 3. 3 3s ഉണ്ട് അല്ലേ? ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്, പിന്നെ ഒരു 5 ഉണ്ട് അല്ലേ? പിന്നെ ഒരു 5 ഉണ്ട്. 2 2ഉം 3 3ഉം ഒരു 5ഉം. ഇനി ഇതിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് രണ്ടെണ്ണം വീതമുള്ള ഓരോ ഗ്രൂപ്പ് ആക്കുക. 2 2നെ ഒരു ഗ്രൂപ്പ് ആക്കി, 2 3നെ ഒരു ഗ്രൂപ്പ് ആക്കി. ഓക്കെ, 2 2നെ ഒരു ഗ്രൂപ്പ് ആക്കി, 2 3നെ ഒരു ഗ്രൂപ്പ് ആക്കി. ബാക്കി അവിടെ ഒരു 3ഉം ഒരു 5ഉം ബാക്കിയുണ്ട് അല്ലേ? ഇനി 2 2നെ ഒരു ഗ്രൂപ്പ് ആക്കിയതില് 2 2ന് പകരം ഒരു 2 എഴുതാം. 2 2ന് പകരം ഒരു 2 എഴുതാം. അതുപോലെ 2 3ക്ക് പകരം ഒരു 3 എഴുതാം. 2 3ക്ക് പകരം ഒരു 3. ബാക്കി ഇവിടെ ഒരു 3 ഉണ്ടല്ലോ, ആ 3 അതേപോലെ എഴുതുക. പിന്നെ ബാക്കിയുള്ള ആ 5ഉം അതേപോലെ എഴുതാം. ഓക്കെ, ഇനി ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് LCM കിട്ടും. 2 into 3 6. 6 into 3 18. 18 into 5 90. 18 into 5 എത്രയാണെന്ന് അറിയില്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 18 into 3 സോറി 18 into 5 90. അപ്പൊ 18ന്റെയും ഇതിന്റെയൊക്കെ 18ന്റെയും 30യുടെയും LCM എന്ന് പറയുന്നത് 90. ഇപ്പൊ മനസ്സിലായോ ചെയ്തത്? എല്ലാവർക്കും മനസ്സിലായോ? ആ, ഒരു കണക്ക് ചെയ്യാൻ തരുമോ? ചെയ്യാൻ തരാം. ഇത് മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ ചെയ്തത്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതേ പേജിലെ 10ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ. 10th one. 18 and 45. 18ന്റെയും 45ന്റെയും ഒന്ന് ചെയ്ത് നോക്കിയേ. ഇപ്പൊ മിസ് ചെയ്ത് തന്നിരിക്കുന്ന ഇതേ മെത്തേഡിൽ വേണമെങ്കിൽ ഇത് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് തരാം. ഇതുപോലെ നോക്കിയിട്ട് 18ന്റെയും 45ന്റെയും ഒന്ന് ചെയ്ത് നോക്കിയേ. LCM എത്രയാണെന്നൊന്ന് കണ്ടുപിടിച്ചേ. എത്രയാ ആദിദേവ്? എത്ര ആൻസർ റേറ്റ്?
90 സൂര്യദേവനെ കിട്ടുന്നില്ലേ? ശ്രീദേവോ ചെയ്തോ? ഇല്ല. ഷെഫി കഴിഞ്ഞോ? ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ. ആൻഡ്രോസ്, ഷംവിൽ, നിഹാൽ, എബിൻ എത്ര ആൻസർ ചെയ്തേ? 90 ആണോ കിട്ടിയേ? ഓക്കെ. 90 കിട്ടിയവരാരൊക്കെയാ? എബിൻ, ഷംവിൽ. ഓക്കെ. ഷെഫിക്ക് 90 ആണോ കിട്ടിയേ? ദേവാഞ്ജനക്കോ? അല്ല. ശര ചെയ്തില്ല. ആരോൺ? ഇല്ല. ആൻഡ്രോസ്? ഓക്കെ. 90 ആണോ നമുക്ക് നോക്കാം അല്ലേ? മിസ് ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. ആദ്യത്തെ നമ്പർ 18നെ നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്യുന്ന സമയത്ത് ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 9 കിട്ടും. 9നെ നമുക്ക് 2 കൊണ്ട് പറ്റില്ല, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കിട്ടും. അപ്പൊ 18 നമുക്ക് എങ്ങനെ എഴുതാം? 2 into 3 എഴുതാം. ഓക്കെ. ഇനി 45 ആണെങ്കിലോ? 45നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാതാൽ 15 കിട്ടും. 15നെയും നമുക്ക് 3 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. 5 എന്ന് കിട്ടും. അപ്പൊ 45നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 into 5 എന്ന് കിട്ടും. അപ്പൊ ഒരു 2 ഉണ്ട്, 4 3 ഉണ്ടല്ലേ? 3 into 3. പിന്നെ ഒരു 5 ഉണ്ട്. അപ്പൊ നമുക്ക് 3നെ മാത്രമേ ഗ്രൂപ്പ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. 3നെ 2 എണ്ണം വീതമുള്ള ഗ്രൂപ്പ് ആക്കിയാല് 2 ഗ്രൂപ്പ് ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം? ആദ്യത്തെ ഒരു 2 മാത്രമേ ഉള്ളതുകൊണ്ട് അത് അതുപോലെ തന്നെ എഴുതുക. ഈ 2 3ക്ക് പകരം ഒരു 3 എഴുതി. അടുത്ത ഒരു ഗ്രൂപ്പ് 3, 2 3ക്ക് പകരം ഒരു 3 എഴുതി. പിന്നെ അവസാനം വരുന്ന ഒരു 5ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയാണ് LCM എന്ന് കിട്ടും. 2 into 3 6, 6 into 3 18, 18 into 5 90. ഇങ്ങനെ തന്നെയാണോ ചെയ്തേ? അതായത് 18ന്റെയും 45ന്റെയും LCM ആണ് 90. എനിക്ക് 45ന്റെ ഇത് കിട്ടിയത് 5ഉം 6ഉം 1ഉം 1ഉം ആയിരുന്നു. 5ഉം 6ഉം 1ഉം 1ഉം അതെങ്ങനെയാ വരുന്നത്? ഇതെങ്ങനെ 5ഉം 6ഉം വരുന്നത്? 45നെ ഓക്കെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 45നെ ഡിവൈഡ് ചെയ്താൽ 9 കിട്ടും അല്ലേ? അനക്ക് 5ഉം 3ഉം കിട്ടിയത്. 5ഉം 3ഉം 3ഉം 45നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9 കിട്ടും. 9നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കിട്ടും. 5ഉം 3ഉം 3 എന്ന് പറയുന്നത് 3ഉം 3ഉം 5 എന്ന് പറയുന്നത് ഒന്ന് തന്നെയല്ലേ? ഇതാ ഇവിടെ കിട്ടിയത് തന്നെയല്ലേ? 45നെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് പ്രൈം നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എങ്ങനെ എഴുതിയാലും 3 into 3 into 5 മാത്രമേ കിട്ടുള്ളൂ. അല്ലെങ്കിൽ 5 into 3 into 3 രണ്ട് 3ഉം ഒരു 5ഉം മാത്രമേ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഷെഫിക്ക് തെറ്റിയത് എവിടെയാണെന്ന് മനസ്സിലായോ? ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ ഡിവൈഡ് ചെയ്തത് ചിലപ്പോൾ തെറ്റിയിട്ടുണ്ടാവും. ഓക്കെ. അപ്പൊ ഇത് മനസ്സിലായല്ലോ? എല്ലാവർക്കും ശരിയായിരുന്നോ? 90. ഓക്കെ.
തെറ്റിയവര് വിഷമിക്കണ. ഒന്നുകൂടി ചെയ്ത് നോക്കുന്നോ? ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കുന്നോ? ഒന്നുകൂടി കാണിക്കണോ? ഓക്കെ. ഇത് വേണ്ട. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തു നോക്കണമെങ്കിൽ വേറെ 2 നമ്പേഴ്സ് തരാം. ക്വസ്റ്റ്യൻസ് എഴുതിയെടുത്തോ. ഫൈൻഡ് ദ LCM ഓഫ് find the LCM of 12 and 20. 12 and 20. 12ന്റെയും 20ന്റെയും LCM കണ്ടുപിടിക്കാം. നെ 2 × 2 × 3 എന്ന് എഴുതാം. ഇനി 20യെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 കിട്ടുന്നു. അഗൈൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടുന്നു. അതുകൊണ്ട് 20 നമുക്ക് എങ്ങനെ എഴുതാം? 2 × 2 × 5 എന്ന് എഴുതാം. ഇവിടെ എത്ര 2 ഉണ്ട്? 2 × 2 × 2 × 2. 4 2s ഉണ്ട്. 1 2 3 4. പിന്നെ ഒരു 3 ഉണ്ട്, ഒരു 5 ഉണ്ട്. അപ്പൊ ഇതിൽ ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ 2 2ഉം പിന്നത്തെ 2 2ഉം കൂടി ഗ്രൂപ്പ് ചെയ്യുമ്പോൾ 4 2. അപ്പൊ 4 2ന് പകരം നമ്മൾ 2 2 എന്ന് എഴുതുന്നു. 2 × 2. പിന്നെ ബാക്കിയുള്ള 3ഉം 5ഉം. 2 × 2 4, 4 × 3 12, 12 × 5 60, 60. That means 12ന്റെയും 20യുടെയും LCM എന്ന് പറയുന്നത് 60. ആണോ കിട്ടിയേ? എല്ലാവർക്കും 60 ആണോ കിട്ടിയേ? ഓക്കെ. തെറ്റിപ്പോയൊരു വിഷമിക്കണ്ട, ഒരു കുഴപ്പമില്ല. തെറ്റിയാലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശരിയാകും. അപ്പൊ ഇന്നത്തെ ഹോംവർക്ക് പറഞ്ഞത് ഓർമ്മയുണ്ടോ? പേജ് നമ്പർ 115 B. Match each set of the numbers on the left with their HCF on the right. തന്നിരിക്കുന്ന നമ്പേഴ്സിനൊക്കെ HCF കണ്ടുപിടിക്കുക, ഹയസ്റ്റ് കോമൺ ഫാക്ടർ. പിന്നെ അത് മാത്രമല്ല, നമ്മളെ പേജ് നമ്പർ 116 സീൽ ചെയ്യാത്തതുണ്ടല്ലോ, 3ഉം 4ഉം 8ഉം 11ഉം 12ഉം അടയാളപ്പെടുത്തി വെച്ചോ. സി ക്വസ്റ്റ്യനിലെ 3ാമത്തെയും 4ാമത്തെയും 8ാമത്തെയും 11ാമത്തെയും 12ാമത്തെയും 5 എണ്ണം ആവുന്നത് പോലെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അതിന്റെയൊക്കെ ആൻസേഴ്സ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. 5 എണ്ണത്തിന്റെ. ഓക്കെ, ഇതേ മെത്തേഡിൽ മിസ് പറഞ്ഞുതരാം കേട്ടോ. ഹോംവർക്ക് ചെയ്തിട്ട് എന്തോ കേൾക്കുന്നില്ലല്ലോ. ബി എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ ഒക്കെ ബി അല്ലേ HCF കണ്ടുപിടിക്കാം. HCF കണ്ടുപിടിച്ചിട്ട് തൊട്ടടുത്ത് അതിന്റെ HCF ഓർഡറിൽ അല്ലാതെ കൊടുത്തിട്ടുണ്ട്, അത് മാച്ച് ചെയ്യാം. HCF ഏതൊക്കെയാണെന്ന് മാച്ച് ചെയ്യാം. ഇപ്പോ 7ന്റെയും 21ന്റെയും HCF 7 ആണെങ്കിൽ 7ലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. 12ന്റെയും 23ന്റെയും HCF ഏതാന്ന് കണ്ടുപിടിക്കുക, അതിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക.
4ന്റെയും 6ന്റെയും HCF 2 ആണെങ്കിൽ 2ലേക്ക് ലൈൻ വരയ്ക്കുക. അങ്ങനെ മാച്ച് നിങ്ങൾ മാച്ച് ദി ഫോളോയിങ് ചെയ്യാറില്ല എക്സാമിനൊക്കെ, അതുപോലെ ചെയ്യാം. അപ്പൊ ആ 2 ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ചെയ്തിട്ട് തെറ്റിയാലും ശരിയായാലും മിസ്സിന് അയച്ചു തരാം. നമുക്ക് ആൻസർ എന്തായാലും അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എല്ലാവരും ആൻസേഴ്സ് അയച്ചു തരണേ. കേട്ടല്ലോ? ഓക്കെ ബൈ. അപ്പൊ നാളെ കാണാം. നാളെ നമുക്ക് അതിന്റെ എല്ലാ ആൻസർ മിസ് പറഞ്ഞുതരാം കേട്ടോ. തെറ്റായാലും ശരിയായാലും നാളെ അതിന്റെ ആൻസേഴ്സ് പറഞ്ഞുതരാം. ബൈ.